നമസ്കാരം രാഘുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ ബ്ലാക്ക് വൈറ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ എങ്ങനെ ഫോട്ടോ ഒന്നും വീഡിയോ റിമൂവ് ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ഇതിൽ ചെയ്ത വീഡിയോസ് ഒന്നും കാണാത്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ വെബ്സൈറ്റിലെ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുന്ന എഡിറ്റിംഗ് ഡിസ്ക് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരുവിധം സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ ബേസിക് വീഡിയോസും അതുപോലെ എഡിറ്റിംഗ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഡാവിഞ്ചിയുടെ വീഡിയോസ് ഉണ്ട്, പ്രീമിയറിൻ്റെ വീഡിയോസ് ഉണ്ട്, ഒക്കെ നിങ്ങൾ കാണാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിൽ വോൺസ് വെൽക്കം ബാക്ക് ഡാർക്ക് VFX സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ ജസ്റ്റ് 2-3 ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുമ്പോൾ ഒരു ബ്ലാക്ക് കളറിലൊരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു ഫോട്ടോ നമുക്ക് നോർമലി എല്ലാവർക്കും അറിയാം. ഇവിടെ ബ്ലെൻഡിങ് ബോർഡ് മാറ്റിയാൽ മതി. രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ് പലപ്പോഴും നമ്മൾ കുടുങ്ങി പോകുന്നതല്ലേ. ഇതെങ്ങനെ ഒഴിവാക്കുന്നുള്ള ഞാൻ തന്നെ പലപ്പോഴും കുടുങ്ങി പോയിട്ട് കൊണ്ടൊക്കെ. അപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അതുപോലെ ലോഗോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ബട്ടൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഇങ്ങനെ ഓരോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറുന്നതനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്ന ഒരു രീതിയുണ്ട് അല്ലേ. അങ്ങനെ 3-4 രീതിയിൽ നമ്മൾ ഇതൊക്കെ കാണാറുണ്ട്. അതെങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്കിൽ തന്നെ വരികയാണ്. ഈ ബ്ലാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഒരു ബ്ലാക്ക് കളർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞാൽ ഈ നോർമൽ മോഡ് നേരെ മാറ്റിയിട്ട് നമുക്ക് ആഡ് കൊടുക്കാം. കണ്ടോ, നല്ല വൃത്തിയായിട്ട് പോയി. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതൊരു പ്രത്യേക സ്റ്റൈലിലേക്ക് മാറിയില്ലേ. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, സ്ക്രീൻ എന്ന് പറഞ്ഞൊരു, പിന്നെ നമുക്ക് ലൈറ്റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കുറച്ചും കൂടി ലൈറ്റനായിട്ട് കിട്ടും. അതിൻ്റെ ഈ ഒരു 2 ബോർഡറിൻ്റെ ഇടയിലുള്ള എല്ലാം നമുക്ക് ഉപയോഗിക്കാം. സ്ക്രീൻ ഉപയോഗിക്കാം, കുറച്ചും കൂടെ അതായത് എടുത്ത് കാണുന്ന രീതിയിലേക്ക് വന്നില്ലേ. പിന്നെ കളർ ഡോഡ്ജ് ഉണ്ട്, അത് വല്ലാതെ അങ്ങ് പോവും, നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്തൊരു മോഡിലേക്ക് പോവും. പിന്നെ ലീനിയർ ഡോഡ്ജ് എന്ന് പറഞ്ഞൊരു മോഡ്, അത് ഈ കളർ ഡോഡ്ജിന് നേരെ ഒരു കുറച്ചും കൂടെ ഓപ്പോസിറ്റിൽ വരുന്ന പറയുന്ന പോലെ ഒരു ഓപ്ഷനാണ് ഈ ലീനിയർ ഡോഡ്ജ്. ഇത്ര ഓപ്ഷനാണ് നമുക്ക് ഈ ബ്ലെൻഡിങ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ബ്ലെൻഡിങ് മോഡ് നോർമലിലേക്ക് ഇട്ട ശേഷം ഞാൻ വേറൊരു ഓപ്ഷൻ കാണിച്ചില്ല. അപ്പോൾ നമുക്ക് നേരെ വന്നിട്ട് മാസ്കിങ് ഉണ്ടാവും അവിടെ എവിടെയെങ്കിലും നോക്കട്ടെ. മാസ്കിങ് ആൻഡ് കീയിങ്, അതിൻ്റെ അകത്ത് ലൂമ കിയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിൻ്റെ ലൂമിനൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലൂമിനൻസ് പറഞ്ഞാൽ വൈറ്റ് കളർ വരുന്ന ഭാഗങ്ങളാണ് കൂടുതൽ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈ ലൂമിനൻസിനെ എടുക്കുക, ലൂമ കിയറിനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, കണ്ടോ ആ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ പോയാൽ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ബ്ലാക്ക് അല്ലേ വരുന്നത്, ഈ ഒരു പോയിൻ്റാണ് ബ്ലാക്ക്, ഈ റൈറ്റിൽ വരുന്ന വൈറ്റ്. അപ്പം ബ്ലാക്കിന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നല്ല ക്വാളിറ്റിയിൽ, ഹൈ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ വൈറ്റിന് വലിയൊരു പ്രാധാന്യമില്ല, കാര്യം ഇവിടെ വൈറ്റ് കളറായിട്ട് ഒന്നുമില്ലല്ലോ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെക്ക് അവിടെ കട്ടെ, അടുത്ത വൈറ്റിലേ പോലെ അടുത്ത് വൈറ്റ് കളർ, നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തില്ലേ വൈറ്റ് കളർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ബ്ലെൻഡിങ് മോഡിലാണ് ഓപ്ഷൻ ഉള്ളത്. ബ്ലെൻഡിങ് മോഡിൽ ആദ്യം കാണുന്ന ഈ സബ്സ്ട്രാക്ഷൻ അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിലേക്ക് വരും. ഇത് നമുക്ക് യൂസ്ഫുൾ അല്ല അല്ലേ. അതിന് തൊട്ട് താഴെയായിട്ട് ഡാർക്കൺ ഉണ്ട്, ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അവിടെ ഡാർക്കൺ അടിക്കുമ്പോൾ കണ്ടോ ഈ സംഭവം, ഇതിപ്പോൾ ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ച് നോക്കിയാൽ അതിനനുസരിച്ച് കളർ മാറ്റം ഉണ്ടാകും അല്ലേ. കണ്ടോ കറക്റ്റ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഓപ്ഷൻ പറയട്ടെ. ഈ അടിയിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലയെന്ന് കരുതുക, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതാവുമ്പോൾ അത് നമുക്ക് അവിടെ ഒരു മാറ്റം അവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ട് വേണം ചെയ്യേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു മാറ്റമൊന്നും വന്നില്ലല്ലോ എന്നുള്ള സംശയം കേട്ടോ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഐറ്റവും മൾട്ടിപ്ലൈ അതൊക്കെ ഇവിടെ അപ്ലൈ ആവും കേട്ടോ. മൾട്ടിപ്ലൈ ആണ് കുറച്ചും കൂടെ ഡാർക്കനായിട്ട് കിട്ടി. നമുക്ക് ഏതാണോ ആവശ്യം ആ ടൈപ്പിലേക്ക്, ഇതൊക്കെ ഈ ചെടിയുടെ ഒക്കെ ബാക്കിൽ വെച്ചാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ഇവിടെ നോക്കിക്കോ, ഇതിപ്പം കളർ ബേൺ, ലീനിയർ ബേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോടെ തന്നെ നമുക്ക് കാണണ്ടില്ലേ. ഇനി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ഡാർക്കൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ബാക്കിലൂടെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും. കണ്ടോ ഇവിടെ കണ്ട ആ ഒരു ചെടിയുടെ ബാക്കിൽ ഇറങ്ങിയിട്ട്, ഇവിടെ ഒന്നും അത്ര മനസ്സിലാവില്ല, ഇവിടെ കണ്ട കുറച്ച് ആ ചെടിയുടെ ബാക്കിലേക്കാണ് ഇറങ്ങി നിൽക്കുന്നത് എന്നുള്ള ഒരു ഫീലൊക്കെ കിട്ടില്ലേ. അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മളിവിടെ ഒരു ഓപ്ഷൻ കൂടെ ചെയ്യുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇത് നോർമലാക്കട്ടെ. ഓക്കെ, ഇനിയുള്ളൊരു ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ലൂമ കിയർ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ലൂമ കിയർ എടുത്ത് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. സിമ്പിളല്ല. ഇനി എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ബ്ലാക്ക് പോയിൻ്റ് അല്ല മാറ്റേണ്ടത്, വൈറ്റ് പോയിൻ്റാണ്. വൈറ്റ് പോയിൻറ്റ് ബ്ലാക്ക് പോയിൻറ്റിനെ കുറച്ചും കൂടെ വലിച്ചൊക്കെ വേണമെങ്കിൽ. പിന്നെ ഇവിടെ 2 പോയിൻറ്റ് കാണാൻ പറ്റിയ വൈറ്റിൻ്റെ പോയിൻ്റാണ്. വൈറ്റ് കുറച്ച് ബാക്കോട് വലിക്കുമ്പോൾ കണ്ടോ ആ വൈറ്റ് കട്ടായി പോകും. താഴെ മുകളിൽ ഒന്ന് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നേരത്തെ കണ്ട പോലെയല്ല, ബാക്ക്ഗ്രൗണ്ടൊക്കെ ട്രാൻസ്പെറൻസി ആയിട്ടുണ്ടാവില്ല, കറക്റ്റായിട്ട് കട്ടായിട്ടുണ്ടാവും. കണ്ടോ നേരത്തെ എന്താ സംഭവിച്ചത്, ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുറച്ച് കാണുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വൈറ്റ് തീരെ കാണാതെ കറക്റ്റായിട്ട് നല്ലൊരു എന്താ PNG ഇമേജൊക്കെ പോലെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇതിൽ കിട്ടും അല്ലേ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്താ നേരത്തെ പറഞ്ഞ് ഈ ഒരു കളകളം അല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോളം വരുന്നത്, ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ ഡാർക്കൺ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവട്ടെ. കണ്ടോ ഇതിൽ പക്ഷേ നമുക്ക് ഈ മൾട്ടിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കട്ട അവിടെ കാണും കേട്ടോ, അത് പോവില്ല. അതിൽ നമുക്ക് ഈ ബ്ലെൻഡിങ് മോഡിൽ നമുക്ക് ഏറ്റവും നല്ല ഡാർക്കൺ തന്നെയാണ്. ഡാർക്കൺ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവും. കണ്ടോ
ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഡാർക്കൺ മാത്രമല്ല, ബ്ലെൻഡിങ് മോഡ് മാത്രമല്ല, ഇവിടെ നമുക്ക് ലൂമാ കെയർ ഇവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ലൂമാ കെയർ അപ്ലൈ ചെയ്യാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് നമുക്ക് കൂടുതലും വൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചാൽ മതി. ബ്ലാക്കിൻ്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ രണ്ടും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ബെറ്റർ എന്ന് നോക്കുക. ബ്ലാക്കിൽ നിന്ന് കാര്യമായിട്ടൊന്നും പോകാനില്ല അവിടെ അല്ലേ. അപ്പോൾ വൈറ്റ് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടിക്കണ്ട, നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജ് കിട്ടിക്കണ്ട. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒന്നും കാണില്ല. ബ്ലെൻഡിങ് മോഡിൽ എന്താ സംഭവിച്ചുകൊണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ബ്ലെൻഡിങ് മോഡിൽ നമുക്ക് സംഭവിച്ച് ബാക്ക്ഗ്രൗണ്ട് കുറഞ്ഞ രീതിയിൽ കാണും ഡാർക്കണാക്കുന്ന സമയത്ത്. കണ്ടോ ഇങ്ങനെ അതായത് ഇങ്ങനെ വൈറ്റ് കളറിലൊന്നും വിഷയമല്ല. ഇങ്ങനെ സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല ഈ ലൂമാ കെയർ ആണ് അല്ലേ. അപ്പോൾ ലൂമാ കെയർ ആഡ് ചെയ്യുക, ഇവിടെ നോർമലാക്കുക. ബ്ലെൻഡിങ് മോഡ് നോർമലാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു PNG ഇമേജ് പോലെ കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് ഒരുപാട് ഈ സബ്സ്ക്രൈബ് ഇങ്ങനെ കളർ മാറി മാറി വരുന്നൊക്കെ ഉണ്ടോ വീഡിയോയിൽ, അല്ലെ നമ്മുടെ ചെറിയ ലോഗോയൊക്കെ സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ മാറുന്നതിനനുസരിച്ച് അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ താഴേക്ക് ഓവർലേ എന്ന് പറഞ്ഞൊരു സെക്ഷനിലേക്ക് വരും. ഓവർലേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വേറൊരു കളറിൽ കണ്ടോ, മൗസൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്, ബാക്കിലൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്, എന്നാലും ലോഗോ അവിടെ ഉണ്ട്. അത് തന്നെ ആ സെക്ഷനിൽ വരുന്ന എല്ലാ ഐറ്റവും നമുക്ക് പരീക്ഷ വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം, നിങ്ങൾ തന്നെ വേണമെങ്കിൽ നോക്കിയാൽ മതി, സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സെക്ഷനിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഡിഫറൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ എങ്ങനെയാണ് കളർ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. കണ്ടോ പച്ചയിൽ വന്നപ്പോൾ ചുവപ്പ് വന്നു, നീലയിൽ വേറെ കളർ വന്നു. കണ്ടോ ശരീരത്തിലേക്ക് വന്നപ്പോൾ ശരീരത്തിൻ്റെ കളറ് ഓപ്പോസിറ്റ് കളറായി, ആ ബ്ലാക്കുള്ള സ്ഥലത്തൊക്കെ റെഡായി. കണ്ടോ പച്ചയുള്ള സ്ഥലത്തൊക്കെ റെഡായി. ഇങ്ങനെ ഈ ബ്ലെൻഡിങ് മോഡിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതുപോലത്തെ. കണ്ടോ ഇതൊക്കെ നിങ്ങൾ ഓരോ ഫോട്ടോയിലൊക്കെ ആഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വീഡിയോസിൽ ആഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അതെങ്ങനെ യൂസ്ഫുൾ ആവുന്നുള്ളത് നോക്കാം അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊരു വീഡിയോയിൽ വേണമെങ്കിൽ പരീക്ഷ നോക്കാം അല്ലേ. വീഡിയോയിലും സെയിം എഫക്റ്റ് തന്നെയാണ് വരിക. ഞാൻ വീഡിയോയിലൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു വീഡിയോ ഒന്നുമില്ല, ഒരു തീ കത്തുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആഡ് ചെയ്ത് നമുക്ക് ബ്ലാക്ക് അല്ലേ റിമൂവ് വേണ്ടി സെയിം എഫക്റ്റിനുണ്ടോ നമ്മൾ ബ്ലാക്കിന് പകരം വൈറ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് നോർമൽ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ആഡോ ലൈറ്റിനോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യട്ടെ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കണ്ടോ ഇപ്പോൾ കണ്ടോ ബാക്കിൽ തന്നെ കാണാൻ പറ്റില്ല. ഇനി ഒന്നും കൂടെ കാണിച്ചു തരാം. അതാ ഈ ഒരു സ്ഥലത്താണ് തീ കത്തുന്നതെങ്കിൽ നോക്കിക്കോ. ഇത് എഫക്റ്റ് ഒന്നുമല്ലേ, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. കണ്ടോ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഈ തീ പിടിക്കുന്ന വീഡിയോസൊക്കെ. ഇതിപ്പോൾ ഇതിൽ തീ പിടിക്കാമെന്ന് കരുതുക. കറക്റ്റായിട്ട് ഇങ്ങനെയല്ല നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടോ കറക്റ്റായിട്ട് തീ കത്തുന്ന എഫക്റ്റ്. പക്ഷേ എന്നാലും എന്താ പറയുക ട്രാൻസ്പെറൻസി കൂടുതലാണല്ലേ. ഇവിടെ നമുക്ക് വേണം ലൂമാ കെയർ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെയാണ് വരിക എന്നുള്ള. ഈ ആഡ് മാത്രമല്ല കേട്ടോ, ലൈറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അല്ലേ കുറച്ചുകൂടി ലൈറ്റണായി. കണ്ടോ പിന്നെ എന്താ പറയുക സ്ക്രീൻ കൊടുക്കാം. സ്ക്രീൻ കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് തെളിഞ്ഞ് മഞ്ഞൊക്കെ കുറച്ചുകൂടെ പുറത്തേക്ക് വരും. ഈ ഒരു ടൈപ്പിൽ ചെയ്യാം. ഇവിടെ കറക്റ്റ് കാണുന്നുണ്ടല്ലേ. ഇനി ഞാൻ ഇതിനെ ഒന്നും കൂടെ നമുക്ക് ലൂമാ കെയർ ഇട്ട് എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം അല്ലേ. സ്ക്രീനിൽ നിന്ന് മാറ്റി നേരെ നോർമലി കൊടുത്തിട്ട് ലൂമാ കെയർ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തു. ഇപ്പോൾ സെയിം എഫക്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ കട്ടിയിൽ കത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബ്ലാക്ക് കുറച്ച് ബാക്കോട്ടേക്ക് വലിക്കുക, എന്നിട്ട് വൈറ്റും അതുപോലെ നടുവിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമുക്ക് ഒരു ബ്ലെൻഡിങ് മോഡിൽ അത്ര ഒരു ഷാർപ്പായിട്ട് കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ കുറച്ചുകൂടെ ഷാർപ്പായിട്ട് തീ കത്തുന്നത്. അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും കാണില്ല, തീ മാത്രമേ കാണുള്ളൂ. അങ്ങനെ അത് വീഡിയോയിലും ഫോട്ടോസിലൊക്കെ ഒരേപോലെയാണ് ഇത് അപ്ലൈ ആവുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ബ്ലാക്ക് അതുപോലെ ചെക്ക് വൈറ്റ് വീഡിയോ ഒന്നും ഫോട്ടോ ഒന്നും ഒക്കെ റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ പറയുക, പറ്റുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.